വേട്ട തുടരുമോ? ഇന്ന് നിർണായകം. രാഹുൽ വേട്ട തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബൂമറാങ് ആയ ശേഷം സർക്കാർ നിലപാട് ഇനി എന്താണ്, ഒന്നടങ്ങുമോ എന്നാണ് ജനങ്ങൾ ആകാംക്ഷാപൂർവം നോക്കിയിരിക്കുന്നത്. രാഹുലിനെ ഇരയാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ പിണറായി സർക്കാർ രാഹുലിനെ വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ പിണറായി സത്തിനെതിരെ വോട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടിയത് UDF-ന്. രാഹുൽ വിഷയം UDF-നെ സഹായിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് UDF-ന് ജനങ്ങൾ നൽകിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം. ഈ സാഹചര്യത്തിൽ രാഹുലിനെതിരെ ഇനി പരസ്യമായി തിരിഞ്ഞാൽ തനിക്കും പാർട്ടിക്കും ദോഷം ചെയ്യുമെന്ന് കേക്കച്ചനും നന്നായി അറിയാവുന്നതുകൊണ്ടാവണം അദ്ദേഹവും ഇപ്പോൾ നിശബ്ദനാണ്. ഇനി രാഹുലുമായി ബന്ധപ്പെട്ട വ്യാജ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ 2 വ്യാജ പരാതികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ മാങ്കുട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇതിലൊന്ന്. ഈ കേസിൽ രാഹുലിനെ 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്തതെന്നും രാഹുൽ പറയുന്നതിൽ കാര്യമുണ്ടെന്നും വിശദമായ വാദം കേൾക്കണമെന്നും ജസ്റ്റിസ് K. ബാബു കഴിഞ്ഞ ആഴ്ച നിരീക്ഷിച്ചിരുന്നു. ഈ കേസിൽ വിശദമായ വാദം ഇന്ന് നടക്കും. ബംഗളൂരുവിൽ താമസിക്കുന്ന എന്ന് പറയപ്പെടുന്ന മലയാളി യുവതിയുടെ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്ത 2ാമത്തെ വ്യാജ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയും ഇന്ന് ജസ്റ്റിസ് C. ജയചന്ദ്രൻ്റെ ബെഞ്ച് പരിഗണിക്കും. അതിനിടെ 2ാം വ്യാജ പരാതിയിൽ വ്യവസ്ഥകളോടെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നുമെന്നാണ് രാഹുൽ നൽകുന്ന വിശദീകരണം. അപ്പീലിലെ ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുവാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്നാൽ യാഥാർത്ഥ്യം രാഹുലിൻ്റെ പിന്നാലെ പോയി 8ൻ്റെ പണിയും മേടിച്ച് നാണം കെട്ട് നാറി നിൽക്കുമ്പോൾ പുറകെ പോകുവാനുള്ള ആവേശം ഇപ്പോൾ ചോർന്നുപോയി. ഇനി തിടുക്കം കാണിച്ചു പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നതുകൊണ്ടാണ് തിടുക്കം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നത്. മാത്രമല്ല, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം, അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് കോടതിയിൽ പറഞ്ഞിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്താൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നെ കേസും പാളും. അതുകൊണ്ടാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചു എന്നവകാശപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ എൻ്റേതുൾപ്പെടെ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയും സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് കാരണം കഴിഞ്ഞ 2 തവണയും ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് മാറ്റിവെച്ചിരുന്നു. മെയിലിൽ വന്ന ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളനുസരിച്ച് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരിയെ കാണുകയോ മൊഴിയെടുക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ സാധിക്കാത്തത്. ഇനിയും എത്ര നാൾ ഇവർ ഇതുപോലെ ഒളിച്ചു കളിക്കും എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർക്കെതിരായി എൻ്റെ സ്വരം ഉയരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു കള്ളക്കേസെടുത്ത് എന്നെ വേട്ടയാടുന്നത്. പക്ഷേ ഒരു ദിവസം പോലും എൻ്റെ വായടപ്പിക്കുവാൻ വിജയന് കഴിഞ്ഞില്ല. വിജയനുള്ള മറുപടി ജനങ്ങൾ അവരുടെ ചൂണ്ടുവിരൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. രാഹുലിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ബലാത്സംഗ കുറ്റം തെളിയിക്കുവാൻ പ്രഥമദൃഷ്ട്യാ രേഖകളൊന്നുമില്ലെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് പരാതി നൽകിയതെന്ന സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ലെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിൽ വിട്ടയക്കണം. 3 മാസത്തേക്കോ അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെയോ 2 ആഴ്ച കൂടുമ്പോൾ തിങ്കളാഴ്ച രാവിലെ 10-നും 11-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും ഹാജരാകണം. പരാതിക്കാരിയെയോ സാക്ഷികളെയോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുവാൻ പാടില്ല തുടങ്ങിയ ഉപാധികളാണ് കോടതി വച്ചിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു. ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിൻ്റെ നിർവചനത്തിൽ വരുന്നതല്ല. ഗർഭചിത്രം നടത്തിയതെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കുവാനാണ്. ഇക്കാര്യത്തിൽ തൻ്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണെന്നും ഹർജിയിൽ പറയുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോടെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.